ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കിരൺ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കിരണും ലക്ഷ്മിയമ്മയും കാർത്തികയും കൂടി സംസാരിക്കണതാണ് കേട്ടോ. ലക്ഷ്മിയമ്മടുത്തും കാർത്തികടുത്തും കിരൺ പറയേണ്ട മനോഹർ സേഫ് ആണ്, ഇനി അവന്റെ അടുത്ത് എന്തായാലും അവള് പോവില്ല എന്ന് പറയാണ്. ഇനി സൂക്ഷിക്കേണ്ടത് ലക്ഷ്മിയമ്മയും കാർത്തികയാണ്. കാരണം ഗംഗപ്രസാദ് ഇവിടെ വരാൻ കാരണം നിങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ കാരണം നിങ്ങളായതുകൊണ്ട് എന്റെ കല്യാണിന്റെ മുമ്പിൽ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്തായിരിക്കും അവൻ വരുന്നുണ്ടാവാ. കിരൺ മോനെ, ഞങ്ങൾക്കിപ്പോ പേടിയൊന്നുമില്ല, എന്തു നേരിടാനുള്ള ഒരു ധൈര്യമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കാര്യം ഇനി ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് വിചാരിക്കുന്നത് എന്ന് ലക്ഷ്മിയമ്മ പറയുമ്പോഴേക്കും കിരൺ പറയണ്ട്, അങ്ങനെ പറഞ്ഞ് വിടാൻ പറ്റില്ലല്ലോ ലക്ഷ്മിയമ്മേ. എന്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ 2-3 ആൾക്കാര് ലക്ഷ്മിയമ്മയുടെയും കാർത്തികയുടെയും ചുറ്റും തന്നെയുണ്ട്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വീടിന് ചുറ്റും അതുപോലെ തന്നെ കമ്പനിക്ക് ചുറ്റുമായിട്ട് അവരുണ്ടാകും. എങ്കിലും ഈ സ്റ്റെഫി എന്ന് പറഞ്ഞവൾ ഗംഗപ്രസാദിന്റെ എല്ലാ അടവുകളും പഠിച്ചവളാണ്. അതുകൊണ്ട് അവൾ എങ്ങനെയാണ് ഏതൊക്കെ രൂപത്തിലാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എവിടേക്ക് പോകുമ്പോഴും സൂക്ഷിച്ചും കണ്ടും വേണം ലക്ഷ്മിയമ്മ ഇറങ്ങാനായിട്ട്. അപ്പോഴേക്ക് കാർത്തിക പറയണ്ട്, എന്നാലും അവളെ പേടിച്ച് എത്ര നാളാ കിരണെ അകത്തിരിക്കാൻ പറ്റാ. അതും ശരിയാണ്. പിന്നെ എന്തായാലും സ്റ്റെഫി എന്ന് പറഞ്ഞ അവള് ജയിലിൽ ചാടിയോണ്ട് പോലീസുകാർക്കൊക്കെ ആകെ ഒരു നാണക്കേടാണ്. പ്രത്യേകിച്ച് അവൾ വനിതാ ജയിലാണല്ലോ ചാടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാരും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അവളെ കണ്ടുപിടിക്കാനുള്ള. അവളെന്തായാലും അവർ കണ്ടുപിടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയുന്നു കേട്ടോ. ലക്ഷ്മിയും കാർത്തിക അത് കേട്ടോണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന സ്റ്റെഫീനെയാണ്. സ്റ്റെഫിയും ഒരു 3 ഗുണ്ടകളും കൂടി ചേർന്ന് രാത്രി 2 ബൈക്കിലായിട്ട് ഇങ്ങനെ കാർത്തികയുടെ ലക്ഷ്മിയുടെ ആ ഒരു കാർത്തിക ഫുഡ്സ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ, അതിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കട്ടെ രാത്രി. കാർത്തിക പറയുന്നുണ്ട്, എന്തായാലും ഇയറിംഗ് റിംഗ് ആണിപ്പോ, അതുകൊണ്ട് തന്നെ അമ്മയും മോളും കമ്പനി വരും. നാളെ മറ്റന്നാളൊക്കെ അവർ കമ്പനി തന്നെയായിരിക്കും ഇയറിംഗ് റിംഗ് കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. ഗംഗ പറഞ്ഞ ഓർമ്മയുണ്ട്, ഇയറിംഗ് റിംഗ് ആവുമ്പോഴേക്കും അമ്മയും മോളും കൂടി ഇവിടെ കറങ്ങുന്നൊരു വലിയ കസേരയുണ്ട്, അതിലിരുന്ന് ഇങ്ങനെ കറങ്ങിയാണ് കണക്ക് നോക്കുന്നതെന്ന്. ഇനി അവർക്ക് കറങ്ങാനായിട്ട് അവരുണ്ടാവില്ല എന്ന് പറയാണ്. അല്ല സ്റ്റെഫി, നീ എന്താ ചെയ്യാൻ പോണത്? അല്ല, നമുക്ക് ആദ്യം കൊല്ലേണ്ടത് അവനെ ആയിരുന്നില്ലേ, ആ കിരണിനെ? നിങ്ങൾ പറഞ്ഞ ശരിയാണ്, കിരണിനെ കൊല്ലണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രമേ കിരണിനെ ഞാൻ കൊല്ലുള്ളൂ. കാരണം ഗംഗ ഇവിടെ വരാൻ കാരണം ലക്ഷ്മിയും കാർത്തികയും ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അവരാണ് എല്ലാത്തിനും കാരണം. അപ്പൊ ഗംഗയുടെ ആത്മാവിന് ശാന്തി മേടിച്ചു കൊടുക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ അവന്റെ മരണത്തിന് കാരണക്കാരായത് കാർത്തിക ലക്ഷ്മിയെ ആദ്യം തന്നെ ഇല്ലാതാക്കും. അതിനെ പറ്റിയ സ്ഥലം അവരുടെ വീടല്ല, ഈ ഓഫീസ് തന്നെയാണ്. ഇയറിംഗ് ആയതുകൊണ്ട് അവരെന്തായാലും നാളെ ഓഫീസിലേക്ക് വരും. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇവിടെ തന്നെ നിൽക്കണേ നല്ലത്. ഈ മതിൽ ചാടാൻ നിനക്ക് പറ്റോ സ്റ്റെഫി എന്ന് ചോദിക്കേണ്ട ഗുണ്ട. അതെന്താ ചാടിയാലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് 4 പേരും കൂടി കാർത്തിക ഫുഡ്സിന്റെ മതിൽ ചാടി അപ്പുറത്തേക്ക് കടക്കട്ടെ. അപ്പൊ വേറൊരു ഗുണ്ട പറയണ്ട്, ഇതിന്റെ പിന്നാമ്പുറത്ത് ക്യാമറ ഒന്നുമില്ല, മുൻഭാഗത്ത് ഒരു സെക്യൂരിറ്റി ഉണ്ട്. സ്റ്റെഫി പറയണ്ട, ആ സെക്യൂരിറ്റി എന്താ ചെയ്യണമെന്ന് പോയി നോക്കിയിട്ട് വാ എന്ന് പറയാണ്. ആ ഗുണ്ട പതുക്കെ മുൻപിലേക്ക് നോക്കുമ്പോഴേക്കും മറ്റേ ആ ഒരു സെക്യൂരിറ്റി ഭയങ്കര ഉറക്കമാട്ടോ. സ്റ്റെഫി, അയാളെ നല്ല ഉറക്കമാണ്. എങ്കിൽ നമ്മുടെ കാര്യം എളുപ്പമായി, നിനക്ക് വാതിലൊക്കെ കുത്തി തുറക്കാൻ നല്ല പരിചയമല്ലേ എന്ന് ചോദിക്കാണ്. അപ്പൊ ആ ഗുണ്ട പറയണ്ട്, പിന്നെ എത്ര വാതിലുകൾ ഞാൻ ഒരു ചെവി അറിയാതെ കുത്തി തുറന്നിരിക്കുന്നു സ്റ്റെഫി എന്ന് പറയാണ്. എങ്കിലേ ഇതിന്റെ പിന്നാമ്പുറത്തെ വാതില് കുത്തി തുറക്ക് എന്ന് പറയാണ്. അങ്ങനെ ആ ഗുണ്ട ആ കത്തി വെച്ചിട്ട് വാതില് പെട്ടെന്ന് തന്നെ ടെക്കെന്നാക്കുമ്പോ തന്നെ വാതിൽ തുറക്കുവാട്ടോ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ കാര്യം. ശരി, എങ്കിൽ നിങ്ങൾ വിട്ടോ. അല്ല സ്റ്റെഫി, ഞങ്ങൾ ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നോട്ടെ. വേണ്ടെന്നേ, എനിക്ക് സഹായിയായിട്ട് എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന കത്തി കാണിച്ചെടുക്കാണ്. ഈ കത്തി കണ്ടില്ലേ, ഈ കത്തി മാത്രം മതി, എന്നാൽ ഞങ്ങൾ പുറത്തുണ്ടാകും. എന്തിനുണ്ടെങ്കിൽ നീ പറഞ്ഞാ മതി. ശരി. പിന്നെ ലക്ഷ്മിയമ്മയും കാർത്തികം അവരെന്തായാലും ഇല്ലാതായിരിക്കും, അത് ഞാൻ തരുന്ന വാക്കാണ്. എന്റെ ഗംഗക്ക് വേണ്ടി എനിക്കത് ചെയ്തേ പറ്റൂ. അതിനുശേഷം ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. കാരണം എനിക്ക് ഞാൻ തന്നെ തൂക്കുകയറ് വിധിച്ചു കഴിഞ്ഞു. ഇനി മരണത്തിൽ നിന്നും എനിക്കൊരു പേടിയില്ല. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഇതിങ്ങൾ 2 പേരും കൊന്നിട്ട് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ മരണത്തിൽ കൂടി ഞാൻ എന്റെ ഗംഗയായിട്ട് ഒന്നാകും എന്ന് പറയാണ്. എങ്കിൽ ശരി, നിങ്ങളെന്നാ മതിൽ ചാടി അപ്പുറത്ത് കടന്നോ, ഞാനെന്നാ അകത്ത് കയറിക്കോളാം എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി അകത്തേക്ക് കയറുവാടും. ആ ഗുണ്ടകൾ 4 പേരും കൂടി പുറത്തു നിൽക്കുവാട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്റ്റെഫി അകത്ത് കയറട്ടെ പതുക്കെ നമ്മുടെ കാർത്തികയുടെ ആ ഒരു ഓഫീസിനുള്ളിലേക്ക് കയറാണ്. അവിടെ ആരും തന്നെ ഇല്ല കേട്ടോ. അവരുടെ ഓഫീസിനുള്ളിലേക്ക് ആ ഒരു MD കസേരയിൽ കയറി ഇരിക്കാണ്ടോ നമ്മുടെ സ്റ്റെഫി. അപ്പൊ ഇതിലാണ് അവൾ ഇരുന്ന് ഓരോന്ന് ഭരിച്ചോണ്ടിരിക്കണത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വേഗം തന്നെ ആ ഒരു ചെറിയൊരു ഫ്രെയിം ചെയ്തിട്ടൊരു ഗ്ലാസ് ഉണ്ട്, നമ്മുടെ കാർത്തികനും ദിലീപിന്റെയും ഫ്രെയിം ചെയ്ത ഫോട്ടോ. ആ ഫോട്ടോ നോക്കി സ്റ്റെഫി പറയുന്നുണ്ട്, അത് ദിലീപിനെ ഉണ്ട് പറയണത്, എടാ നിനക്ക് രക്ഷപ്പെടാൻ ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു.
നിന്റെ അച്ഛൻ മരിച്ചപ്പോഴെങ്കിലും നിനക്ക് ഓടി രക്ഷപ്പെടായിരുന്നു, നീ അതൊന്നും ചെയ്തില്ല. എന്തായാലും നിന്റെ മരണം നിന്റെ ഭാര്യനെ ഞാൻ കൊണ്ടുപോവാടാ, നിനക്കിനി ഒരു ചാൻസും ഇല്ല. ഇനി ഇവിടെ നിന്നെങ്ങാൻ ഞാൻ രക്ഷപ്പെട്ട് പുറത്ത് കടക്കുവാണെങ്കിൽ അടുത്ത ടാർഗറ്റ് നീ തന്നെയാണ്, നിന്റെ മരണം നീ തന്നെ ഇരന്നു വാങ്ങി എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ അവിടെ തന്നെ വെക്കാണ് സ്റ്റെഫി. ശേഷം കാർത്തികയുടെ ആ ഒരു മേശയുണ്ടല്ലോ, അതായത് ഇരിക്കണ ചെയറിന്റെ അടുത്തുള്ള മേശ, അതിന്റെ അടിയിൽ പോയിട്ട് ഇരിക്കാട്ടോ. കാരണം അതിന്റെ അടിയിൽ കാണത്തില്ല, അതിന്റെ മുകളിൽ കവർ അത് അത്രയും മൂടിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അടിയിൽ പോയി സ്റ്റെഫി ഇങ്ങനെ കത്തിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇന്ന് രാത്രി എന്തായാലും ഇവിടെ കിടന്നുറങ്ങാം, രാവിലെ ആകുമ്പോഴേക്കും കാർത്തികയുടെ ലക്ഷ്മി അമ്മയുടെ മരണം എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് രാവിലെ തന്നെയല്ല കാർത്തികയും ലക്ഷ്മിയമ്മയും കൂടി ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങാട്ടോ. കാർത്തിക് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ലക്ഷ്മിയമ്മ റെഡി ആയിട്ട് നിൽക്കാണ്. അമ്മ ഇത് എവിടെ പോവാ മോളെ, നീ ഇന്ന് തനിച്ച് ഓഫീസിൽ പോകണ്ട. അത് കൊള്ളാം, അതെന്താ ഞാൻ തനിച്ചു പോയാൽ കുഴപ്പം, ദിലീപ് മോൻ ഇപ്പൊ വിളിച്ചു വെച്ചേ ഉള്ളൂ മോളെ ഒറ്റയ്ക്ക് എവിടെയും വിടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട്. അമ്മ സാധാരണ ഇറങ്ങി കണക്ക് നോക്കാൻ ഒറ്റയ്ക്കല്ലേ പോവാറ്. അതെനിക്കറിയാം, പക്ഷെ ഇന്ന് ഞാനും വരാം. അറിയാലോ സ്റ്റെഫി എന്ന് പറഞ്ഞവളുടെ കാര്യം, അവള് കയറുമായിട്ട് കൊല കത്തിയായിട്ട് എവിടെയാണ് എങ്ങനെയാ നിക്കണെന്ന് പറയാൻ പറ്റില്ല. അമ്മേ അങ്ങനെ പേടിച്ച് നമുക്ക് നിൽക്കാൻ പറ്റുമോ? ഈ വീടിനുള്ളിൽ തന്നെ അവരൊക്കെ വന്നിട്ടുള്ളതല്ലേ അമ്മേ, നമ്മൾ മുഖാമുഖം തന്നെ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവരെ പേടിച്ചു ഒരു മൂലക്ക് മാറി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഞാൻ കൂടി വരട്ടെ മോളെ, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. എന്നെ അവൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എന്റെ മോളെ അവളൊന്നും ചെയ്യരുത്. കാരണം ദിലീപ് മോൻ അവന്റെ അച്ഛൻ മരിച്ചിട്ട് പോലും നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി എല്ലാം സഹിച്ച് നിന്നെ സ്വന്തമാക്കിയതാണ്. ആ മോനും നീയും ഒരുമിച്ച് ജീവിക്കണത് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ലെങ്കിലും മരിച്ചു കഴിയുമ്പോഴും കാണണം മോളെ. അതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നിനക്കൊന്നും സംഭവിക്കരുന്നേ എനിക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വരണമെന്ന് നിർബന്ധമാണ്. അതെ എനിക്ക് നിർബന്ധമാണ്. ശരി എങ്കിൽ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് കാർത്തികയും ലക്ഷ്മിയും അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുവാട്ടോ. അവര് വാതിൽ പൂട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും രണ്ട് വായ നോക്കികൾ ബൈക്കിൽ വന്നിട്ട് കാർത്തികയും ലക്ഷ്മിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ വിചാരിക്കും സ്റ്റെഫിയുടെ ഗുണ്ടകളാണ് കേട്ടോ. അയ്യോ ദേ ആരും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു മോളെ എന്ന് ലക്ഷ്മിമ്മ പറയാണ്. അപ്പോഴേക്കും അവര് ബൈക്ക് എടുത്തടന്ന് പോകുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ കാർത്തിക് ലക്ഷ്മിയെ വീടിന്റെ ഉള്ളിലേക്ക് കയറാണ്. അപ്പോഴേക്കും ലക്ഷ്മി പറയണ്ട അവരാരായിരിക്കും മോളെ, അതാരായിരുന്നു നമ്മൾ സംശയിച്ചല്ലേ പറ്റൂ, ചിലപ്പോ വരെ വഴിപോക്കരായിരിക്കും, നമ്മളെ നോക്കിയാൽ നമുക്ക് സംശയമായിട്ട് തോന്നും. അവര് പോയി കാണും, വാ പോവാം എന്ന് പറഞ്ഞിട്ട് അവർ ആ പുറത്തേക്ക് ഇറങ്ങുമ്പോ അവരവിടെ ഇല്ലട്ടോ. പിന്നീട് രണ്ടുപേരും കൂടി നേരെ പോണത് കാർത്തിക ഫുഡ്സിലേക്കാണ്. പിന്നീട് കാണിക്കേണ്ടത് കല്യാണിനെയാണ്. കല്യാണി കിരണിന്റെ അടുത്തേക്ക് വന്നിരിക്കാട്ടോ. കിരണിനോട് പറയണ്ട, കിരണേട്ടാ കാർത്തിക ചേച്ചി ലക്ഷ്മിയമ്മയും കൂടി കാർത്തിക ഫുഡ്സിലേക്ക് പോയിരിക്കുകയാണ്, എനിക്കെന്തോ പേടിയാവുന്നു, അവരിപ്പോ പോകണ്ടെന്ന് പറ കിരണേട്ടാ. കല്യാണി ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ കല്യാണി, പോവേണ്ടടുത്തൊക്കെ പോയല്ലേ പറ്റൂ, കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തല്ലേ പറ്റൂ, അതുകൊണ്ടിട്ടായിരിക്കും അവര് പോയിട്ടുണ്ടാവാം. പിന്നെ നീ പേടിക്കൊന്നും വേണ്ട, സ്റ്റെഫി എന്ന് പറഞ്ഞവള് എന്റെ മുമ്പിൽ വെറും ഞാനുള്ളാണ്. ആ ഗംഗപ്രസാദും രാഹുലിനെ പോലെയൊന്നും അല്ലല്ലോ അവള്, അവരൊക്കെ ഗൂഢാലോചന ചെയ്തിട്ടാണ് ജയിലിൽ ചാടി നമ്മളെ കൊല്ലാൻ വന്നത്. എന്നിട്ടൊക്കെ അവര് നമ്മുടെ കൈ കൊണ്ട് മരിച്ചില്ലേ കല്യാണി, അതുപോലെ തന്നെയാണ് ഈ സ്റ്റെഫി എന്ന് പറഞ്ഞവളും. അവളും ജയിലിൽ ചാടി ആരെങ്കിലും കൊല്ലാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ അവളുടെ മരണം എന്റെ കൈ കൊണ്ടിട്ടായിരിക്കും എന്ന് കിരൺ ഇങ്ങനെ പറയാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയും ലക്ഷ്മിയമ്മയും കൂടി ഓഫീസിലേക്ക് എത്തിയട്ടോ. ആ സമയത്ത് സ്റ്റെഫി രാവിലെ തന്നെ എഴുന്നേറ്റ് ആ ഒരു മേശയുടെ അടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കണ്ണും തുറപ്പിച്ച് നോക്കിക്കൊണ്ട്. അങ്ങനെ കാർത്തിക ലക്ഷ്മിയും സെക്യൂരിറ്റി അടുത്തേക്ക് വരുന്നുണ്ട്. എടോ രാത്രിയുടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലെ? ഒരു കുഴപ്പമുണ്ടായില്ല മാഡം, താൻ ഒരാൾ മാത്രമേ സെക്യൂരിറ്റി ആയിട്ടുള്ളൂ, മറ്റേയാൾ എവിടെ? മാഡം ഞങ്ങൾ മാറി മാറിയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്, അയാളിപ്പോ ചായ കുടിക്കാൻ പുറത്ത് പോയതേ ഉള്ളൂ. സ്റ്റാഫൊക്കെ വന്നോ? 2-3 പേര് വന്നു. സ്റ്റാഫുകളാണെങ്കിൽ വരികയാണെങ്കിൽ ശരിക്കും പരിശോധിച്ചിട്ടേ അകത്തേക്ക് വിടാൻ പാടുള്ളൂ. പിന്നെ രാത്രി കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ മാഡം, രാത്രി ബൈക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഇവിടെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. ആണോ? പക്ഷെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല മാഡം. ശരി എങ്കിൽ എല്ലാവരും പരിശോധിച്ചിട്ട് മാത്രം വിട്ടാൽ മതി, ഇന്ന് ഒരു കസ്റ്റമറിനെ അകത്തേക്ക് വിടണ്ട. ശരി മാഡം എന്ന് പറയാണ്. ലക്ഷ്മിയമ്മയും കാർത്തികയും അകത്തേക്ക് കയറുന്നുണ്ട്. ലക്ഷ്മിയമ്മ കാർത്തികത്ത് പറയുന്നു, മോളെ സെക്യൂരിറ്റി പറഞ്ഞത് കേട്ടില്ലേ, കുറെ ബൈക്കുകാർ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു രാത്രി. കേട്ടു അമ്മേ എന്ന് പറയാണ്. അവരകത്തേക്ക് കയറുമ്പോൾ ഒരു സ്റ്റാഫ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഒരു പെണ്ണാണ് കേട്ടോ. അവരുടെ കയ്യിൽ നിന്ന് കണക്ക് വാങ്ങിച്ചു നോക്കാണ് കാർത്തിക. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കണക്കിൽ ഭയങ്കര തിരിമറി നടന്ന പോലെ ഉണ്ടല്ലോ, ഒട്ടും പ്രോഫിറ്റ് ഇല്ലല്ലോ മാഡം. അത് കഴിഞ്ഞ മാസവും മുമ്പത്തെ മാസമൊക്കെ ഭയങ്കര കച്ചവടം ഭയങ്കര കുറവായിരുന്നു. കച്ചവടം കുറവായിട്ടാണോ നിങ്ങളതൊന്ന് കൈയിട്ട് വായിട്ടാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാർത്തിക ലക്ഷ്മിമയും കൂടി അവരുടെ ലക്ഷ്മിയുടെ ക്യാബിനിൽ പോയി ഇരിക്കാട്ടോ. കാർത്തികയുടെ ക്യാബിനിലാണ് സ്റ്റെഫി ഉള്ളത്. അപ്പൊ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, അവരുടെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല മോളെ, കഴിഞ്ഞ മാസം നമ്മൾ ഓഫീസിൽ വന്നിട്ടില്ലല്ലോ, അതിന്റെ ഒരു കച്ചവട കുറവ് എന്തായാലും ഉണ്ടാകും, അത് ശരിയാണ്. എങ്കിലും അവരെന്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണമല്ലോ, അതിന് ഇങ്ങനത്തെ കുറച്ച് വിരട്ടലൊക്കെ നല്ലതാണ് എന്ന് പറയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ
കിരണിനെയാണ് കേട്ടോ. കിരൺ ലക്ഷ്മിയമ്മയുടെയും കാർത്തികയുടെ ആ ഓഫീസിന്റെ ഫ്രണ്ടിലൊക്കെ CCTV ക്യാമറയൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് കിരണൊക്കെ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. രാത്രി 2 ബൈക്കിലായിട്ട് സ്റ്റെഫിയും കൂട്ടരും വന്ന കാര്യം, എന്നിട്ട് അവരുടെ ഓഫീസിന്റെ ആ ഒരു മതിൽ ചാടി അപ്പുറത്തേക്ക് കടന്നതും ആ ഒരു CCTV കാണിക്കുന്നുണ്ട്. അത് കാണുന്നതും കിരൺ ആകെ പ്രാന്ത് പിടിച്ചിട്ട് ലാപ്ടോപ്പ് അവിടെ അടച്ചു വെക്കാനുണ്ട്. വേഗം പോകാൻ പോകുമ്പോഴേക്കും കല്യാണി അവിടേക്ക് വരുന്നുണ്ട്. എന്ത് പറ്റി കിരണേട്ടാ? ഒന്നുമില്ല കല്യാണി. എന്താ കിരണേട്ടാ? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കിരൺ വേഗം തന്നെ ആ ഒരു ഓഫീസിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ട് ഒരൊറ്റ ഓട്ടോ ഓടുവാട്ടോ. ആ സമയത്ത് സ്റ്റെഫി ആണെങ്കിൽ ഇങ്ങനെ കാർത്തികനെയും കാത്ത് ഇങ്ങനെ നിൽക്കാണ്. കാർത്തികയുടെ ക്യാബിനിലേക്ക് വരുന്നുണ്ട്. സ്റ്റെഫി അവിടെ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.